ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. നമ്മളുടെ ബേബിയുടെ നൂലുകെട്ട് എന്ന് പറയും, അതോടൊപ്പം തന്നെ നെയ്മിങ് സെറമണിയാണ്. അപ്പം ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല, ഭയങ്കര ബിസി ആയിരുന്നു. ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഹാളിലെത്തി. ഇവിടെ ദൈവമുണ്ട്, ദൈവു കമോൺ. ദൈവമൊക്കെ നമ്മൾ പിങ്ക് തീമാണ്, പിങ്ക് ഗ്രീൻ ലോട്ടസിൻ്റെ തീമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ദൈവം സുന്ദരിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അവിടെ ഹോളിൽ എല്ലാവരും എന്താ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റേജും ഡെക്കോറും ഒക്കെ കാണിക്കാം. പിന്നെ നമ്മളത് ക്രാഡിൽ ഡെക്കറേറ്റ് ചെയ്തു. ഭയങ്കര ഹറിബറിയാണ്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ബാക്കി ചടങ്ങുകളെല്ലാം കാണുന്നതായിരിക്കും ഇതിൽ. ചേച്ചിയൊന്നും വന്നിട്ടില്ല, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. അപ്പം ബാക്കി വരുന്ന ഫംഗ്ഷനെല്ലാം ഇതിൽ കൂടെ കണ്ടോളാം. അപ്പം ഞാൻ ബാക്കി ഡെക്കോറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിക്കാവുന്നതാണ്. ദേവുവിന് എന്താ പറയാനുള്ള? ആർ യു ഹാപ്പി? യെസ്, ഐ എം ഹാപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് കാണാമേ. എയർ ചെയ്യുന്നോ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, വരുന്നുണ്ട്, സ്ഥലത്തുണ്ട്. അവര് വേറെ പോകുന്ന എടുക്കുന്നില്ല. This is ആദിക്കുട്ടൻ. ഓ, നിങ്ങൾ ട്വിന്നിങ് അല്ലേ? സീറ്റിലിരിക്കാൻ പോകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങാം. ബിക്കോസ് ഓൾറെഡി 11:30 ആയി. അപ്പൊ നമ്മള് കാത്തിരുന്ന ഒരു ചടങ്ങാണല്ലേ. നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് ബേബിയാണ്. ബേബിയുടെ നൂലുകെട്ട് ചടങ്ങിലേക്ക് ഞാൻ ഞങ്ങളുടെ ഫാമിലിയുടെ പേരിൽ നിങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷന്റെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ബേബിയും അവരുടെ പേരൻസും ആണ്. അപ്പം ഏറ്റവും സ്നേഹത്തോടെ നന്ദു ചേട്ടനെയും അഞ്ജല ചേച്ചീനെയും അവർ കാരണം ഇന്നിങ്ങനെ ഒരു ചടങ്ങിലാണ്. അപ്പൊ പ്ലീസ്, അപ്പോൾ രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് ബേബീനെ കൂടെ ഇൻവൈറ്റ് ചെയ്യാം. സ്റ്റേജിലും കൂടെ വന്നോളാം. നൂലുകെട്ട് ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അതിന് മുന്നായിട്ട് നമ്മുടെ ഫുൾ ഫാമിലി അച്ഛൻ വരും. അതുപോലെ തന്നെ അഞ്ജന ചേച്ചിയുടെ ബ്രദർ കണ്ണൻ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. സോ ഇതാണ് നമ്മുടെ ഫുൾ ഫാമിലി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് നമുക്ക് ജസ്റ്റ് ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ദീപം തെളിയിച്ചുകൊണ്ട് തുടങ്ങാം. അതിന് മുന്നായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇത് നന്ദു ചേട്ടന്റെ പപ്പയുടെ സ്ഥാനം തന്നെയാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ നന്ദു ചേട്ടന്റെയും നമ്മുടെ എല്ലാവരുടെയും അച്ഛൻ നമ്മളെ വിട്ടു പിരിഞ്ഞ് പോയിട്ട് ഒരു 3 years ആയി. അപ്പം അച്ഛൻ ഇതൊക്കെ കണ്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ടായിരിക്കാം, നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു ന്യൂ മെമ്പർ വന്നത് കൂടെ. അപ്പം ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ആ ഒരു അച്ഛൻ സ്ഥാനത്തിലേക്ക് നൂല് കെട്ടാൻ വേണ്ടി പപ്പേനെ അതുപോലെ തന്നെ ലിംഗമേനെ ഇൻവൈറ്റ് ചെയ്യാണ്. നമുക്ക് ദീപം തെളിയിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റിവീലിംഗ് ആണ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് എനിക്കറിയാം, ബിക്കോസ് എന്റെ ബ്ലോഗ് കണ്ടവർ കുറെ പേര് ഇവിടെ ഉണ്ടാകും.
എന്നാലും നമുക്ക് ചടങ്ങെന്നുള്ള രീതിയിൽ അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് നമുക്ക് നെയിം റിവീൽ ചെയ്യാം. അപ്പം ചേച്ചിനെയും ചേട്ടനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാണ്. റിവീൽ ചെയ്യാം. ചേട്ടനും ചേച്ചിയും കൂടെ ഓരോ റിബണിൽ പിടിച്ച് വലിക്കുകയാണെങ്കിൽ നമുക്ക് നെയിം റിവീൽ ആവുന്നതായിരിക്കും. ബേബിയുടെ പേര് നന്ദുചേട്ടൻ തന്നെ നിങ്ങൾക്ക് വോയിസ് തരുന്നതായിരിക്കും. ബേബിയുടെ പേര് ഇവാൻ ഗണേഷ് എന്നാണ്. അപ്പൊ നമ്മുടെ ഒഫീഷ്യലി ഉള്ള ചടങ്ങ് കഴിഞ്ഞു. ഇനി നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ടും നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. ചേച്ചി ഒരു കാര്യം ചെയ്തേ.
ബാക്കി പരിപാടികളുടെ ടൈമിലൊന്നും എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത്. ഞാൻ ഭയങ്കര ടയേർഡാ. അല്ല, നമ്മുടെ വ്ലോഗാ. രാജിട്ട് ഞാനും ദൈവം കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്താ കഴിക്കണമെന്നുണ്ട്, കഴിക്കാനും പറ്റുന്നില്ല. ഇതോ തലവേദനയൊക്കെ എടുക്കുന്നു. നമ്മൾ ചെറിയ ഡാൻസൊക്കെ കളിച്ചു. അതാണ് നേരത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോയി ഒരൊറ്റ ഉറക്കം. ബേബി ഭയങ്കര കരച്ചില്ല. സോ അതുകൊണ്ട് ബേബിയായിട്ട് അധികം ഫോട്ടോസ് ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. നിനക്ക് എന്താ പറയാനുള്ളത്? ഇന്ന് ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവൾക്ക് മൈക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ ദൈവം പറയാനുള്ളത്? പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ നന്നായിട്ട് നടന്നു. ഒത്തിരി നല്ല ഫോട്ടോസ് കിട്ടി. അതോ അടിപൊളി ഫോട്ടോസ് എടുത്തത് നമ്മുടെ മാർട്ടിനാണ്. മാർട്ടിൻ അങ്ങോട്ട് പോയി എല്ലാം കാണിച്ചു തന്നെ. സൂപ്പർ ഫോട്ടോസ് ആയിരുന്നു. പിന്നെ ഡെക്കോറും അല്ലേ, ഡെക്കോർ മറ്റേ തീമായിട്ട് നൈസായിട്ടത്. അതെ, നമ്മള് പീച്ച്, പിങ്ക്, ഗ്രീൻ ഒക്കെ ആയിരുന്നു തീം. ഞാൻ ഇന്നലത്തെ വ്ലോഗിൽ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിൽ അടിപൊളിയായിട്ട് തന്നെ എല്ലാം നടന്നു. എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്. അതെന്തായാലും അടിപൊളിയായിട്ട് വന്നു. ഫോട്ടോസും കിട്ടി, ഡെക്കോറും നന്നായി, ഫുഡും നല്ലായിരുന്നു. അപ്പോൾ ഈ വ്ലോഗ് കാണുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യുമ്പോൾ നോർമലി ചെയ്യുന്ന പോലെയല്ല. നമ്മൾ ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. കാര്യം ബേബി ഭയങ്കര വഴക്കായിരുന്നു. വഴക്ക് വെച്ചാൽ കരയുന്നു, പിന്നെ ടൈമിംഗ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് ആൾക്കാരെയും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര റഷായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ഈ ഒരു ടൈമിങ്ങിൻ്റെ ഒരു ഇതും പിന്നെ നമുക്ക് അത്ര ടൈം കിട്ടിയില്ല. ആ ഒരു ഇതൊഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബേബിയുടെ 28 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് എല്ലാവരും പോയി. ഞാനും ദേവും ആഷും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് ഡെക്കോ ടീമിനോടും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബേബിയുടെ നൂലുകെട്ടും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കിന്ന് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നിവിടെ നടന്ന നമ്മുടെ ഈ ലൊക്കേഷൻ, നമ്മുടെ പരിപാടി നടന്ന ലൊക്കേഷനാണ് സെലബെൻഡ അവന്യൂ. അതാണ് ഇവിടുത്തെ ഈ പുതുപ്പള്ളിയിൽ റിലയൻസ് മാർട്ടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു ലൊക്കേഷനാണ്. വെരി കാം ആൻഡ് ക്വയറ്റ്. ഓക്കെ, ഇതാ ഇങ്ങനൊരു വ്യൂ ആണ്. എനിക്ക് ഇങ്ങനത്തെ ആർക്കിടെക്ട് ശരിക്കും ഇഷ്ടമാണ്. ലൈക്ക് ഇങ്ങനൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് കണ്ടപ്പോൾ തന്നെ ബുക്ക് ചെയ്തത്. അടിപൊളി ഏരിയ, ഒന്നും പറയാതിരിക്കാൻ വരാം. ഒരു ശല്യമില്ല, ഒന്നുമില്ല. വെരി കാം ആൻഡ് ക്വയറ്റ്. പിന്നെ ഇവിടുത്തെ അങ്കിളാണെങ്കിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡെക്കോറും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പുതുപ്പള്ളിയിലോ കോട്ടയത്തോ എന്തെങ്കിലും ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് എൻഗേജ്മെൻറ്റ്, ഒരു 300 ആൾക്കാരെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന അത്ര പ്ലേസ് ഉണ്ട്. അപ്പം ആർക്കെങ്കിലും ലൊക്കേഷൻ തപ്പി നടക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഞാൻ അവരുടെ പേജ് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സെലബെൻഡ അവന്യൂ പുതുപ്പള്ളി. കൂടെ ഞാൻ ഇവരുടെ നമ്പറും കൊടുത്തേക്കാം. നമ്മൾ ഇന്ന് ഞാനാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് എല്ല് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളി. ഈ ഹീൽസ് നീക്കി കൊടുത്താൽ മതി, അവര് പൊക്കോളും. ഇനി അടുത്തത് നമ്മൾ ദേവുവിന് ഡ്രൈവ് ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും. എടത് എന്താ കീക്കി അടിക്കുന്നേ? ഇപ്പൊ ഇവിടെ എത്തൂല്ലോ, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ പരിപാടി അടിപൊളി. ഞങ്ങളെല്ലാരും ഓൺ ടൈമിലെത്തി. പരിപാടി ഇവിടെ കിളിയല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അയ്യോ നീനോ? അയ്യോ ദേവു കിളിയല്ല. ഓ മൈ ഗോഡ്, വണ്ടി വരുന്നു. ഇവിടെ നിർത്തുവാ, നീ വാ എടുത്തോ വണ്ടി. അങ്ങോട്ട് കയറ്റാൻ. ഓക്കെ, ബൈ പറഞ്ഞു. ബൈ.